രാജീവ് കൂടി ചിരിക്കുകയാണ്. രാജീവ് ടിൻഡു പറഞ്ഞതുപോലെ തന്നെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ത് സംഭവിച്ചു, ആരുടെ നിലപാടിന് വഴങ്ങി എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ PV അൻവറിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ വെറുതെയിലായിക്കഴിഞ്ഞു PV അൻവർ. അതായത് തൻ്റെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം പറയുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. തനിക്ക് പറയാനുള്ളതൊക്കെയും പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ റോൾ ഇവിടെ തീർന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അൻവർ പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് കീഴടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? സുരേഷ്, തീർച്ചയായും ഇന്ന് രാവിലെ മുതലുള്ള PV അൻവറിന്റെ ഒരു ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു. പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും വഴങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസമായി വളരെ രൂക്ഷമായ ഭാഷയിൽ MR അജിത് കുമാറിനെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന അതേ അൻവർ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ തന്നെ എന്തൊക്കെയോ അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല, അതിനുശേഷമാണ് 12 മണിയോടുകൂടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും PV അൻവർ വഴങ്ങി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങളോ കടുത്ത ഭാഷകളോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം പോലും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങളൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് നിലവിൽ ഇപ്പോൾ PV അൻവർ പറയുന്നത്. മാത്രമല്ല, പാർട്ടിയും രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്ന ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാവിലെ 10 മണിക്ക് ആദ്യം ഈ ഒരു യോഗം നിശ്ചയിച്ചിരുന്നത്. അതായത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് 12 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ കണ്ട് തന്റെ കൈവശമുള്ള തെളിവുകൾ കൈമാറി എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഉയരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ എന്ന് ഇപ്പോഴും PV അൻവർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും PV അൻവറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം ആഗ്രഹപ്രകാരം ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ എന്തായാലും പോകുന്നില്ല എന്നത് വ്യക്തമാണ്. PV അൻവറിന്റെ ആവശ്യം എന്ന് പറയുന്നത് ശക്തമായ നടപടി MR അജിത് കുമാറിനെതിരെ എടുക്കണമെന്നായിരുന്നു. എന്തായാലും അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഇതിനൊപ്പം തന്നെ MR അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനി മൊഴി കൊടുക്കേണ്ടത് PV അൻവറാണ്. അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പാർട്ടി സംവിധാനത്തോടും യോജിച്ച് ഇനി മുന്നോട്ട് പോകും എന്ന ചില സൂചനകൾ കൂടിയാണ് PV അൻവർ നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ. രാജീവ്, ഒപ്പം ടിൻഡു നേരത്തെ ഉന്നയിച്ച ചില സംശയങ്ങളുണ്ട്. സ്വാഭാവികമായും ഏതൊരാൾക്കും ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹം നിലമ്പൂരിലെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച MLA ആണ്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി CPM പാർട്ടി സെക്രട്ടറിക്കും ഗോവിന്ദ മാഷിനും പരാതി നൽകുമെന്ന്. പാർട്ടി അംഗം അല്ലാത്ത ഒരു വ്യക്തി ഏത് തരത്തിലാണ് ഇദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുക, അത് ഏത് തരത്തിൽ പരിഗണിക്കപ്പെടും എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണല്ലേ? സുരേഷ്, ഏതായാലും CPM-മായി യോജിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ CPM-ന്റെ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി PV അൻവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ പ്രസക്തമാകുന്ന അതല്ല, എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറുന്നത്? അതും PV അൻവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ആകെ അംഗീകരിക്കപ്പെട്ടത് അന്വേഷണം മാത്രമാണ്. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് PV അൻവർ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളിലും നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം സുജിത് ദാസിന്റെ കേസിലായിരുന്നു. മരമുറിയുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു. രാജീവ്, ഇവിടെ അത്തരത്തിൽ MV ഗോവിന്ദന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകും എന്ന് PV അൻവർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന മറ്റൊരു ചോദ്യം, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് കാര്യങ്ങൾ എഴുതി നൽകി. പക്ഷേ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്ന നിലപാട്, PCCയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി പരാതി നൽകുന്നു. പാർട്ടി കൂടി ഈ ഒരു വിഷയം അറിയട്ടെ, പാർട്ടി കൂടി ഈ വിഷയം ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടിനും എത്രത്തോളം സാധുതയുണ്ട്?
സുരേഷ്, ഏതായാലും ഈ ഒരു പരാതികളെല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ അറിവിലേക്ക് കൂടി PV അൻവർ എത്തിക്കുകയാണ്. പാർട്ടി കൂടി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരം ഒരു പരാതി അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണം നേരത്തെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതെല്ലാം രേഖാമൂലം പാർട്ടിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയും ചേർന്ന് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. ഒരു കൊടും ക്രിമിനലിനെ പോലെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അറിയാമെന്നിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിനകത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല, മുഖ്യമന്ത്രി വിവരങ്ങൾ ധരിപ്പിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു പ്രധാനമായും PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ പരാതിയാണ് നിലവിലിപ്പോൾ CPM-ലേക്ക് എത്തുന്നത്, CPM-ൽ ഒരു ചർച്ചയിലേക്ക് എത്തുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അത് CPM-ൽ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഏതായാലും PV അൻവറിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയായിരുന്നു PV അൻവർ മാധ്യമങ്ങളെ കണ്ടതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ആ ആത്മവിശ്വാസം PV അൻവറിന് ഇല്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിചാരിച്ചത് ഉടൻ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റും, സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും, അതുകൊണ്ട് താൻ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം PV അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കല്ല മുഖ്യമന്ത്രി പോയത്. ആദ്യം കോട്ടയത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയ മുഖ്യമന്ത്രി തിരികെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് തന്റെ പഴയ തീരുമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണമായും MR അജിത് കുമാറിനെ മുന്നോട്ട് പോയത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ MR അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടി ബാധകമാകുന്ന അവസ്ഥയുണ്ടാകും. അത് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏതായാലും പഴയ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോക്കം പോയത്. ഏതായാലും ഇപ്പോൾ PV അൻവർ കൂടി മുഖ്യമന്ത്രിക്ക് കീഴടങ്ങിയ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ അക്കാര്യം വ്യക്തമാണ്. സുരേഷ്. യെസ്, രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു കീഴടങ്ങിയ PV അൻവറിനെയാണ് കണ്ടത്. ഒപ്പം ഇന്നലെ KT ജലീലടക്കം PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ ADGPയും അല്ലെങ്കിൽ പോലീസിലെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കണമെന്ന് പറയുന്നവർ പോലും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മയപ്പെടാൻ തന്നെയാണ് സാധ്യത, അല്ലേ? തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കൃത്യമായി രാവിലെ തന്നെ മനസ്സിലായതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് രൂപീകരിച്ചിരിക്കുന്ന ആ ഒരു സംഘം, അതിൽ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് IG റാങ്കിലും DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതിൽ തന്നെ ക്രമസമാധാന ചുമതലയിലുള്ള 2 ഉദ്യോഗസ്ഥരെയാണ് ഈ സംഘത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് കേസുകൾ അന്വേഷിക്കാറില്ല, ഒരു പരാതിയും അന്വേഷിക്കാറില്ല. ഈ സംഘമാണ് അന്വേഷിക്കേണ്ടത്. ആ സംഘത്തിൽ തന്നെ 2 പേർ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒന്ന് ദക്ഷിണമേഖല IG-യും അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ സ്പർജൻ കുമാറാണ്. മറ്റൊന്ന് തൃശൂർ റേഞ്ച് DIG ആണ്. ഈ 2 ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്യുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനാണ്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം എങ്ങനെ ഇവരെ കൊണ്ട് നടത്താൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമായി രാവിലെ മുതൽ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം പ്രഹസനമാകും എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ഇതിൽ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രി അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി ഈ അന്വേഷണം ഈ സംഘത്തെ മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നടപടികളും MR അജിത് കുമാറിനെതിരെ ഉണ്ടാവില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം PV അൻവറിനെ വളരെ കൃത്യമായി മുഖ്യമന്ത്രി ധരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അനുനയ നീക്കം വിജയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PV അൻവർ കീഴടങ്ങിയിരിക്കുകയാണ്. ഇനി PV അൻവർ ഏതായാലും ഗുരുതരമായ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നാണ് PV അൻവറിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി പൂർണ്ണമായും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംരക്ഷിക്കും എന്ന സൂചനകൾ നൽകിയതോടെ അൻവർ അയയുകയായിരുന്നു. ഏതായാലും ഈ അന്വേഷണ സംഘത്തിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. രാജീവാണ് തിരുവനന്തപുരത്തിന് വിശദാംശങ്ങൾ നൽകിയത്.